എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് ഫിനാൻസൊക്കെ വിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിയേക്കുവാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പം നമുക്ക് മഴയൊക്കെ പെയ്ത് പറമ്പിലും പാടത്തുമൊക്കെ നിറയെ ചെടികളും പുല്ലുകളും എല്ലാം കിളുത്ത് നിൽപ്പുണ്ട്. നമ്മളോർക്കും ഇതൊക്കെ വെറും പുല്ലായതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം മരുന്നൊക്കെ അടിച്ച് നശിപ്പിച്ച് കളയും. പക്ഷേ ആക്ച്വലി ഞാനിങ്ങനെ കൂടുതൽ ഈ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ പറ്റിയപ്പം നാട്ടിൽ ഓരോരുത്തരുടെ നാട്ടറിവുകൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സമയത്തെ മഴയ്ക്ക് പ്രകൃതി നമുക്ക് വേണ്ടി കിളിപ്പിച്ച് തരുന്ന ഈ ചെടികളെല്ലാം നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ചെടികളാണ്. ഇതൊക്കെ കൂട്ടി നമ്മൾ ഈ ഔഷധ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പലരിൽ നിന്നും കേട്ടറിഞ്ഞത് വെച്ച് നമ്മുടെ ഒരു കൊല്ലത്തേക്ക് വേണ്ട ഇമ്മ്യൂണിറ്റിയും രോഗപ്രതിരോധ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്ന ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. എനിക്കിതിനെപ്പറ്റി പ്രൊഫഷണലായിട്ടുള്ള അറിവൊന്നുമില്ല, പക്ഷേ ഞാൻ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ഞാൻ ഓർത്തു ഇതൊക്കെ നാട്ടുകാർ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ പ്രായത്തിലുള്ള പലർക്കും ഇതിനെപ്പറ്റി ഒരു അറിവ് കുറവാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ഔഷധ ചെടി ഹണ്ടിനായി മരുന്ന് ചെടി ഹണ്ടിലേക്ക് പോകാം. ഇപ്പോൾ പറമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ കൂടെ. പറമ്പൊക്കെ നല്ല പച്ചയായി നിൽപ്പുണ്ട്. ഇന്ന് ഇത്തിരി തെളിവ് കണ്ടേക്കുന്ന ദിവസമാണ്. ഇത് ഇവിടെയൊക്കെ നിറയെ മരുന്ന് ചെടികളുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സാധനം തൊട്ടാവാടി. ഇതൊരു പ്രധാന മരുന്ന് ചെടിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ ഇത് പറിച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് തൊട്ട് വാട്ടണം. എന്നിട്ട് പയ്യെ ഇതിൻ്റെ മൂട്ടിലിങ്ങനെ പിടിച്ച് പൊക്കി ഇങ്ങനെ എടുത്താൽ മതി. ഇച്ചിരി ബലം കൊടുക്കണം, പക്ഷെ മുള്ളൊക്കെ കൊള്ളാതെ പയ്യങ്ങി പറിച്ചെടുക്കണം. ഇതാണ് തഴുതാമ. നമ്മൾ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കും. ഇത് നമ്മൾ ചേർക്കും. പിന്നെ ഉള്ളത് വള്ളി ഉഴിഞ്ഞ ഇങ്ങനെ വള്ളി പോലെ കിടക്കുന്നതാണ്. അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുരിങ്ങയുടെ തൊലി. മുരിങ്ങയുടെ ഇല നമ്മൾ ഉപയോഗിക്കത്തില്ല ഈ സീസണിൽ, അത് വിഷമാണെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പനിക്കൂർക്ക. ഇത് പനിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാ. ഇതിൻ്റെ ഒരു 1-2 ഇല നമുക്ക് ചേർക്കാം, നല്ലതാണ്. നിലം പരണ്ട ഇങ്ങനെ നിലത്തൊക്കെ നിറച്ചിങ്ങനെ നിൽക്കുന്നതാണ്, ഒരു പുൽത്തകിടി പോലെ. ഇതാണ് നിലം പരണ്ട. ഇതിൻ്റെ ക്ലോസ് വ്യൂ നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ, പക്ഷേ ഇതൊക്കെ മരുന്നാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്ന് മാത്രം. ഇത് ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. എല്ലാ ചെടിയും നമ്മൾ പറിക്കുമ്പോൾ വേരോട് കൂടി ആട്ടോ ഇടേണ്ട. സമൂലം എന്ന് പറയും. സമൂലം, മൂലത്തോടു കൂടി, വേരോട് കൂടി. ഈ ചെടിയാണ് കല്ലുരുക്കി, കല്ല് ഉരുക്കി. ഇത് നമ്മുടെ കിഡ്നി സ്റ്റോണൊക്കെ ഉരുക്കുന്ന സാധനമെന്നാണ് പറയുന്നത്. അതെങ്ങനെയൊക്കെ ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് വേരോടുകൂടി ഒരു ചെടി പറിച്ച് ഇട്ടാൽ മതി. ഇതിൻ്റെയൊക്കെ കുറച്ചിട്ടാൽ മതിയാവും. ഇച്ചിരി കയ്പുള്ള ഐറ്റമാണ്. ഇതാണ് ചെറുള. എനിക്ക് പണ്ട് അമ്മ ചെവിയിൽ അരച്ചിട്ട് തന്ന ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ മരുന്ന് കഞ്ഞിയിൽ ചേർക്കുന്ന ഒരു മരുന്നാണ് ചെറുള. ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സാധനമാണ് മുക്കുറ്റി. നമ്മൾ ഓണത്തിന് പൂക്കളം ഇടുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുക്കുറ്റി. മഞ്ഞ പൂവായിട്ടുള്ള, ഇപ്പോൾ പൂവൊക്കെ വാടിയിട്ടുണ്ട് വൈറ്റായുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ താഴെ നിൽക്കുന്ന ചെറിയ ചെടിയാണ് മുക്കുറ്റി. ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് നമ്മൾ ഓരോന്ന് കാണുന്നത് കേട്ടോ. ഭയങ്കര നമ്മൾ പയ്യെ പ്രകൃതിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് വേണ്ടി വെച്ചേക്കുന്ന ഗിഫ്റ്റുകളെ പറ്റിയൊക്കെ ഇച്ചിരിയുടെ ബോധം ഉണ്ടാകും. ഇതാണ് കയ്യൂന്യം. ഇത് ഭൃംഗരാജ് എന്നൊക്കെ പറയും. ഈ വെള്ളപ്പൂ കണ്ടോ, ഇതാണ് നമ്മുടെ കയ്യൂന്യം ചെടി. ഇതെല്ലാം പറിക്കുമ്പോൾ ചോടോട് വേരോടുകൂടി പറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് കയ്യൂന്യം ചെടി. ഇത് തലമുടിയൊക്കെ വളരെ വളരെ നല്ല സാധനമാണ്. ഇതിനൊരു മെയിൻ സാധനമുള്ളത് നമ്മുടെ കീഴാർനെല്ലി. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുരുകുരു പോലെ ഉള്ള സാധനം കാണാം. ഇതാണ് കീഴാർനെല്ലി. പുളിയില പോലെ ഇരിക്കും, അടിയിലിങ്ങനെ കുരുകുരുള്ള സാധനം. ഇവിടെ എല്ലാം നിറയെ കയ്യൂന്യം നിൽപ്പുണ്ട്. എല്ലാം ഒരു 5-6 ചുവട് വെച്ചൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ, ആളെണ്ണ അനുസരിച്ച്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. ചൊറിയണം, ആനച്ചൊറിയണം എന്നൊക്കെ പറയും. ഇത് തൊട്ടാ ചൊറിയുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ പിടിച്ച് പയ്യെ ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. ഇതും വളരെ നമുക്ക് മരുന്ന് കഞ്ഞിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെടിയാണ്. പിന്നെ ഈ ചെടിയുടെ പേരാണ് കൊഴുപ്പ. കണ്ടോ, നമ്മുടെ ഇച്ചിരി ഒരു മാംസളമായ തണ്ടാണുള്ളത് കൊഴുപ്പ. ഇത് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കും. നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതും നിങ്ങൾ നോക്കിയാൽ അത് കീഴാർനെല്ലിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതിനും ഇങ്ങനെ ഇതുണ്ട്, വേറൊരു ബ്രൗൺ കളർ വരും ഇച്ചിരി. നേരത്തെ നമ്മൾ കണ്ട ഒരു പച്ച പോലത്തെ ആയിരുന്നു, ഇതൊരു ബ്രൗൺ കളർ. ഇത് ഈ ഐറ്റമാണ് നിലപ്പന. ഇത് ഇങ്ങനെ നിലത്തിങ്ങനെ നിൽക്കും. നമ്മുടെ കമുകിൻ്റെ ഒക്കെ പോലത്തെ സാധനമാണ്. അടിയിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു
ചെറിയ ഉള്ളി പോലത്തെ ഒരു സാധനം കാണാം. ആണ് നിലപ്പന. ഈ വയലറ്റ് പൂവാണെന്നാണ് മുയൽ ചെവിയൻ. ഇതും നമ്മുടെ പൂവാങ്കുരുന്നലും ഒക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷെ എന്നാലും ഈ സാധനം ഇതാണ് നമ്മുടെ മുയൽ ചെവിയൻ എന്ന് പറയുന്നത്. എൻ്റെ ഇലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വേറൊരു സാധനമാണ് ഒരു ചെവിയൻ എന്നും പറയുന്നതായിട്ടുണ്ട്. ഇതാണ് പൂവാങ്കുരുന്നലിൻ്റെ പൂവ്. അപ്പോൾ ഈ പൂവ് കണ്ട് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷനാകും. ഇത് മുയൽ ചെവിയൻ്റെ പൂവ് കണ്ടോ. ഇത് രണ്ടും തമ്മിലൊരു ഷേപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഇങ്ങനെ കൊലയായിട്ടാണ് നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടെ കൊല തന്നെയാണ്, എന്നാലും ഇച്ചിരി നീളത്തിലുള്ളൊരു പൂവാണ്. പിന്നെ ഇതവിടെ ചൊറിയുമ്പോഴൊക്കെ ഇരിപ്പുണ്ട്. മുട്ടാതെ സൂക്ഷിക്കുക. നമ്മുടെ കറുകപ്പുല്ലാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും, വളരെ നേർത്ത ഇല ഉള്ളത്. ഇതാണ് കറുകപ്പുല്ല്. ഇത് നമ്മളിടും കേട്ടോ. ഇതിങ്ങനെ ഒരു ചോട് പറിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വലിച്ച് കുറച്ചിങ്ങനെ എടുത്താൽ മതി. വേരോടുകൂടി ഇടണം ഈ ചെടികളെല്ലാം. ഇതാണ് നമ്മുടെ കുറുന്തോട്ടിയുടെ ഇല അധികം ഇടണ്ട, വേര് ഭാഗമാണ് കൂടുതൽ നല്ലതെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പം ഇതിൻ്റെ വേര് നല്ലതാണ്, ഔഷധ ഗുണമുള്ള സാധനം. എനിക്ക് വളരെ നൊസ്റ്റാൾജിയുള്ളൊരു സാധനം കാണിച്ചു തരാം. അതാണ് നമ്മുടെ കമ്മൽപ്പൂ. ഇത് നമ്മൾ മരുന്നിന് ഉപയോഗിക്കത്തില്ല, പക്ഷേ ഈ സാധനം എപ്പോൾ കണ്ടാലും പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വരുത്തുന്ന ഒരു സാധനമാണ്. കൈ ഒരെണ്ണം പറിച്ച് തലയിൽ വെക്കുന്നുണ്ട്. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ട് കമ്മലായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കുട്ടിക്കാലം ഓർമ്മ വരുത്തുന്ന ഒരു സാധനം എനിക്ക് ഈ കമ്മൽപ്പൂവും കുളവും ഒക്കെ. ഇതാണ് വള്ളിയുഴിഞ്ഞയുടെ ചെറുതായി നിൽക്കുന്ന വള്ളിയുഴിഞ്ഞ. ഇതൊരു നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മരുന്ന് കഞ്ഞിക്ക്. ഇനിയുള്ളത് ഇതിൻ്റെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ഇതാണ് മുക്കുറ്റി. നമ്മൾ മുക്കുറ്റി ഉപയോഗിക്കും. ഒരു 4-5 ചോട് മുക്കുറ്റിയൊക്കെ ഉപയോഗിക്കും. ഇത് ഒത്തിരി നല്ല വെള്ളം തിളപ്പിക്കാനൊക്കെ നല്ലതാട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറിച്ചു വെച്ച ചെടികളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുവാണ്. കുറച്ച് ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് പുലിച്ചോടി. പുലിയുടെ ചോട് പോലെയാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത്, പുലി ചവിട്ടിയ മാർക്ക് പോലെ. അതുകൊണ്ടാണ് പുലിച്ചോടി എന്ന് പറയുന്നതാണ്. പിന്നെ ഉള്ളത് പൂവാങ്കുരുന്നൽ. ഇത് നേരത്തെ പറഞ്ഞായിരുന്നു, നല്ല വയലറ്റ് പൂവൊക്കെ ഉള്ളത്. പിന്നെ കീഴാർനെല്ലി, ഇതിൻ്റെ അടിയിൽ ചെറിയ ഗോളങ്ങൾ പോലെ ഇലയുടെ അടിയിൽ പുളിയിലയുടെ ഷേപ്പിലുള്ളത്. പിന്നെ ഉള്ളത് നിലപ്പന ഞാൻ പറഞ്ഞായിരുന്നു, അടിയിലൊരു കിഴങ്ങൊക്കെയുള്ള പനയുടെ പോലെ ഇരിക്കുന്ന സംഭവം. പിന്നെയുള്ളത് തുമ്പ പറിച്ചായിരുന്നു. മുക്കുറ്റിക്ക് വേറൊരു പേരുണ്ട്, ആനച്ചോടി എന്നും പറയുന്ന. പിന്നെയുള്ളത് നമ്മുടെ മുയൽ ചെവിയൻ. പിന്നെ ചൊറിയണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ഒരെണ്ണമാണ് മുത്തങ്ങ. നമ്മുടെ പറമ്പിലൊക്കെ നിറയെ കാണുന്ന ഒരു പുല്ലാണ്. പിന്നെയുള്ളത് കയ്യൂന്നി, കുറുന്തോട്ടി. ഇത്രയും പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടാഞ്ഞ എന്നാൽ ഇതിലെപ്പോഴും ഇടുന്ന ഒരു സാധനമാണ് കൊടകൻ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലായിടത്തും ഭയങ്കരമായിട്ട് ഒത്തിരി കാണുന്നതാണ്, പക്ഷെ ഇന്ന് എനിക്കത് കിട്ടിയിട്ടില്ല. ഇതല്ലാതെ വേറെ കുറേ ചെടികളുണ്ട് കേട്ടോ എനിക്ക് കിട്ടാത്തത്, അതൊക്കെ ഇടുന്നതാണ്. പക്ഷെ ഇപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ഞാനിത് കാണിച്ചു തരുന്നത്. ഇനി മരുന്ന് കഞ്ഞിയിൽ ചേർക്കാനുള്ള 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ കാണിച്ചു തരാം. ഇതാണ് ആശാളി. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുമ്പം ഒരു ചെറിയ പശവശപ്പ് പോലെ വരും ഇതിൻ്റെ പുറത്ത്. അത് ചെറുതായിട്ട് കഴുകി കഞ്ഞി അടുപ്പത്ത് വെക്കുമ്പോൾ അതിൽ ചേർത്താൽ മതി. പിന്നെ ഉള്ളത് ജീരകം, ഉലുവ. ഈ 3 ഐറ്റംസും മെയിനായിട്ട് നമ്മൾ ചേർക്കും. ഞാനിപ്പോൾ പറഞ്ഞ ജീരകം, ആശാളി, ഉലുവ എന്നിവയുടെ കൂടെ നേരത്തെ നമ്മൾ പറിച്ചു വെച്ച ചെടികളുടെയൊക്കെ നീര് ഇടിച്ച് പിഴിഞ്ഞതും കൂടെ ചേർത്ത് ആ നീരിനകത്താണ് കഞ്ഞി ഉണ്ടാക്കേണ്ടത്. അപ്പം ഈ നീരടിച്ച് പിഴിയുന്നതിന് പകരം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ച് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നീരാകും. അതിനകത്ത് വേവിച്ചെടുക്കുക ചെയ്യുന്നത് അരി. അപ്പം അരി വേവിക്കുന്നത് എപ്പോഴും മൺകലത്തിലാണ് ഏറ്റവും നല്ലത്. മൺകലമുള്ളവർ മൺകലം തന്നെ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ കഞ്ഞിക്കൂട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് മോശമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇച്ചിരിയും കൂടി ഗുണമാണ് എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ പറിച്ച് ഉണ്ടാക്കുന്ന ഔഷധക്കഞ്ഞി. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കഞ്ഞി ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഇതാണ്
ഇത് നമ്മൾ പ്ലാവിലെ കുമ്പിൾ കുത്തിയാ കഴിക്കേണ്ടത്. കാരണം പ്ലാവിലെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ്. പ്ലാവിലെ കുമ്പിൾ കുത്തി കഴിക്കുമ്പോൾ ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. അതും അതിന്റെ ഒരു രീതിയാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ കഴിക്കണം. പിന്നെ ഉപ്പിന് നമ്മൾ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. 10 ദിവസം എങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. 10, 20, 30 ഇങ്ങനെ മുഴുവൻ മാസം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു കാര്യമായിരിക്കും. താങ്ക് യു സോ മച്ച്.